ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് മലയാളി താരമായ സഹൽ അബ്ദുസമദുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം മോഹൻ ബഗാൻ വിട്ടേക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതിൽ കഴമ്പില്ല എന്നാണ് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഹൽ മോഹൻ ബഗാനിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മോഹൻ ബഗാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. സഹൽ മോഹൻ ബഗാൻ വിടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഇനി ചില അപ്ഡേറ്റുകൾ കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട്. അതായത് അന്റോണിയോ ലോപ്പസ് ഹബാസിനെ നിയമിക്കാനുള്ള ഒരുക്കത്തിലാണ് മോഹൻ ബഗാൻ ഇപ്പോൾ ഉള്ളത്. പക്ഷേ മുഖ്യ പരിശീലകന്റെ വേഷത്തിലല്ല, മറിച്ച് ടെക്നിക്കൽ ഡയറക്ടറുടെ റോളിലേക്കാണ് ലോപ്പസ് ഹബാസിനെ ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നാണ് മോഹൻ ബഗാനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ഇനി മോഹൻ ബഗാന്റെ മുന്നേറ്റ നിരയിലെ താരങ്ങളാണ് മൻവീർ സിംഗും ലിസ്റ്റൺ കൊളാസോയും. ഈ രണ്ട് താരങ്ങളും ക്ലബിൽ തന്നെ തുടരും എന്നുള്ള കാര്യം അവരുടെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരെയും നിലനിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ദീപക് ടാൻഗ്രിയുടെ മോഹൻ ബഗാനുമായുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചിരുന്നു. ഏത് ടീമുകൾക്കും അദ്ദേഹത്തെ സൈൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൈവിടേണ്ടതില്ല എന്ന തീരുമാനം മോഹൻ ബഗാൻ എടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ അഥവാ കരാർ പുതുക്കുന്ന കാര്യം മോഹൻ ബഗാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തൊട്ടരികിലാണ് ദീപക് ഉള്ളത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഒരുപാട് താരങ്ങളെ ഇതിനോടകം തന്നെ മോഹൻ ബഗാൻ സ്വന്തമാക്കിയിരുന്നു. ഇനിയും ഒരു പിടി മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.